ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് ആരെവിടെ ചോദിച്ചാലും ആദ്യമായി എല്ലാവരും വളരെ ആവേശപൂർവ്വം പറയുകയും മുസ്ലിം ലീഗുകാർ പോലും പലപ്പോഴും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ന്യായവുമില്ലാത്തൊരു അടിക്കുറിപ്പാണ് മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ മലബാറിലെ ആ സമൂഹത്തിലെ മനുഷ്യർ ആരായി മാറിയേനെ. അവിടെ വർഗീയ ശക്തികളൊക്കെ വല്ലാണ്ടങ്ങ് പിടിമുറുക്കിയേനെ. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആ വർഗീയ ശക്തികളെ അല്ലെങ്കിൽ അതിലേക്കെത്താതെ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് എന്ന് പറയുന്ന ഒരു നറേറ്റീവുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും ലീഗുകാർക്ക് പോലും തോന്നുമെങ്കിലും അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതോടൊപ്പം മുസ്ലിം സമുദായത്തെയും ചുരുക്കി കിട്ടുന്ന, ന്യായമായി അത് വളരെ കുടുസായ ചിന്തകളിലൂടെ കാണുന്ന ഒരു ഇസ്ലാമോഫോബിക് കമൻ്റാണ് എന്നതാണ് ഒരു സത്യം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായത് മുസ്ലിങ്ങൾ വർഗീയവാദികളായി പോകുന്നതിന് തടയാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആ മുസ്ലിം വിഭാഗത്തെയും ആ നാടിനെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും എന്തർത്ഥത്തിലാണ് വീക്ഷിക്കുന്നത്, എന്തർത്ഥത്തിലാണ് വിലയിരുത്തുന്നത്, എന്തർത്ഥത്തിലാണ് ആ കമൻറ്റ് എല്ലാവരും പങ്കുവെക്കുന്നത്? മുസ്ലിം ലീഗ് ഇല്ലാത്ത സ്ഥലങ്ങളിലെ മുസ്ലിം സമൂഹങ്ങളൊക്കെയും അങ്ങ് തീവ്രവാദികളും വർഗീയവാദികളുമായി പോയോ? ഇപ്പോൾ കൊല്ലം ജില്ലയിൽ മലബാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലങ്ങളാണ്. അത്തരം മേഖലകൾ ധാരാളമുണ്ട്. അബ്ദുൽ നാസർ മദനിയൊക്കെ കത്തിത്തെളിഞ്ഞു വന്ന മൈനാഗപ്പള്ളി അടക്കമുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെയുള്ള മുസ്ലിങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിൽ കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും അടക്കം മത്സരിക്കുകയും പ്രവർത്തിക്കുകയും പഞ്ചായത്തിൽ പ്രവർത്തിക്കുകയും അവരുടെ പ്രത്യയശാസ്ത്രപരമായ സംഗതികൾ നിലനിർത്തിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പും ഉണ്ടാകലും കേവലമായ വർഗീയവാദികളായി പോയേക്കാവുന്ന എന്തോ ഒന്നിനെ തടയാൻ നമ്മളിൽ ഇൻസുലിൻ മരുന്ന് ശരീരത്തിലെ ഇൻഫെക്ഷൻ ഇല്ലാതാവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രതിരോധ മരുന്നായി പറയുന്നത് ഒരു ഇസ്ലാമോഫോബിക് കമൻ്റാണ്. ഒന്നാമത്തെ കാര്യം, വെറും ചെരുപ്പ് കുത്തിയും അതുപോലെ തന്നെ ചാക്ക് തയ്ക്കുന്നവരും ഇറച്ചി വെട്ടുന്നവരും എന്നൊക്കെ പറഞ്ഞ് മാർക്ക് നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായും ചിന്താപരമായും അവരെ മുഖ്യധാരയിൽ നിർത്തി അവർക്ക് വേണ്ട സംവിധാനങ്ങളും വിദ്യാഭ്യാസവും സാമൂഹ്യ മുന്നേറ്റത്തിനും രാഷ്ട്രീയ പ്രബുദ്ധമായ ഇടപെടലിനും തയ്യാറാക്കി അവരെയൊക്കെയും ബൗദ്ധികതയുള്ള ഒരു മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അത്തരത്തിൽ ചരിത്രപരമായ ഒരു നിലപാടിലൂടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധ്യങ്ങൾക്കും നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അവർക്ക് അധികാരം കിട്ടിത്തുടങ്ങിയത് മുതലാണ് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ശബ്ദം അധികാരത്തിൻ്റെ മേഖലകളിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അവരെപ്പോഴും അധികാരത്തിൽ വരുമ്പോൾ വല്ലാണ്ട് അവരെ അപമാനിക്കാനും ഇകഴ്ത്താനും വിദ്വേഷ പോസ്റ്റുകളും നിലവിളിയുമായൊക്കെ ഒരുപാട് പേർ വരുന്നത്. അവരധികാരത്തിലേക്കില്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിൻ്റെ, ഇസ്ലാമോഫോബിയ ഉള്ള സമൂഹത്തിൻ്റെ, അതുപോലെ തന്നെ ഇസ്ലാം മത വിരോധമുള്ള സമൂഹത്തിൻ്റെ ആളുകളെല്ലാം വളരെ സന്തുഷ്ടരാണ്. കാരണം മറ്റേത് ഭരണം വന്നാലും ഈ പറയുന്നത് പോലൊരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയോ അവരുടെ സാന്നിധ്യം പോലും ഭരണസിരാ കേന്ദ്രങ്ങളിൽ എങ്ങും ഉണ്ടാവില്ല. പേരിനും പൊടിക്കുമൊക്കെ ഈ മതവും വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്ത, അതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞ, അതിനോട് വിരോധം പുലർത്തുന്ന ചിലരെയൊക്കെ കയറ്റിയിരുത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് ആ സമൂഹത്തിൻ്റെ ശബ്ദം ഉണ്ടാകാറേയില്ല. അവരെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കരുത്ത് പകർന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ എന്ന തരത്തിൽ പറയാൻ എന്താണൊരു വൈമുഖ്യം, എന്താണൊരു കുറവ്? CH മുഹമ്മദ് കോയയെ പോലെയുള്ള ഒരാളാണ് കാലിക്കറ്റ് സർവകലാശാല അടക്കമുള്ള കേരളത്തിലെ നിരവധിയായ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് അവരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയാൻ എന്താണൊരു മടി? കേരളം ഇന്ന് ആഘോഷിക്കുന്ന ഈ ഒരുപാട് ആളുകളുടെ മക്കൾ നീറ്റ് എഴുതി അതിനുവേണ്ടി തയ്യാറായി പരീക്ഷാഫലം വരുന്നതുവരെ കാത്തിരുന്ന് റിസൾട്ട് നോക്കി അവരവരെ മക്കളുണ്ടെങ്കിൽ അഭിമാനപൂർവ്വം തുള്ളിച്ചാടുന്ന സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ ആരംഭിച്ചത് അവർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. അങ്ങനെ കേരളത്തിന് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവർ തുടങ്ങുന്ന സ്കൂളുകളിലും കോളേജുകളിലും സ്വാശ്രയ മെഡിക്കൽ കോളേജിലും ഈ തുടങ്ങുന്നവരുടെ മക്കൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സവിശേഷമായ ജാതിയിൽപ്പെട്ടവർ മാത്രമാണോ പഠിക്കുന്നത്? അല്ല, നാനാജാതി മതത്തിൽപ്പെടുന്നവർ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അനുബന്ധ തൊഴിലുകൾ ഉണ്ടാകുന്നുണ്ട്. ചില റിമോട്ട് മേഖലകൾ, ചില സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി വലിയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളായി വസ്തുവിനും ചുറ്റുപാടുമൊക്കെ വില കൂടി ഈ ഗ്രാമങ്ങൾ നഗരങ്ങളും
മെട്രോ സിറ്റി പോലാകുന്ന സ്ഥിതിവിശേഷമില്ലേ? അതെന്തേ കാണാത്തത്? സാക്ഷാൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയുമായിരിക്കെയാണ് SNDP യോഗത്തിന് അങ്ങോട്ട് വിളിച്ച് 5 എയ്ഡഡ് കോളേജുകൾ അനുവദിച്ചതെന്ന് അന്നത്തെ SNDP യോഗ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ്റെ ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. വർഗീയവാദികളാണെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണെങ്കിൽ SNDP യോഗത്തിന് ഈ 5 കോളേജുകൾ അനുവദിക്കുമ്പോൾ തടസ്സം നിൽക്കേണ്ടതല്ലേ? എതിർക്കേണ്ടതല്ലേ? അതിനുശേഷം ഈ നടന്ന് ചീത്ത പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കാലത്തോ പിൽക്കാലത്തെ ഏതെങ്കിലും സർക്കാരുകളോ SNDP യോഗത്തിന് എയ്ഡഡ് സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ടോ? എയ്ഡഡ് പദവി നൽകിയിട്ടുണ്ടോ? അത് നൽകിയതും മുസ്ലിം ലീഗിൻ്റെ കാലഘട്ടത്തിലാണ്. അന്നും ET മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. വ്യവസായ വകുപ്പ് PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്തപ്പോഴാണ് ടെക്നോ പാർക്കും കിൻഫ്രയും അടക്കമുള്ള സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടത്. ആ ടെക്നോ പാർക്കിലും കിൻഫ്രയുമൊക്കെ മലബാറിലോ വേങ്ങരയിലോ അല്ലെങ്കിൽ പാണക്കാട് മേഖലയിലോ ആണോ സ്ഥാപിച്ചത്? സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തല്ലേ? അവിടെ ജോലി ചെയ്യുന്നത് സാധാരണക്കാരായ മനുഷ്യരാണോ? അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ജീവിതത്തിൽ ജാതിയിൽപ്പെട്ട മനുഷ്യരാണോ? ഒന്നുമല്ല, എല്ലാ ആളുകളുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി പറയുമ്പോൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തി പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ പ്രസക്തി RSPയുടേതോ കേരള കോൺഗ്രസ് ജെയുടേതോ ഒക്കെ പറയുമ്പോഴില്ലാത്ത ഒരു പ്രത്യേകമായ വർഗീയത തടയുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിനെ അങ്ങ് ഉണ്ടായത്, ആ സാഹചര്യത്തിലാണ് അങ്ങ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ഏത് കോത്താഴത്തെ ന്യായമാണ്? എന്ത് ന്യായമാണത്? കേരള കോൺഗ്രസിനകത്ത് ഒരു സവിശേഷമായ മതവിഭാഗത്തിലെ ആളുകളാണുള്ളത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവിടെ അത് പറയാറില്ല. കർഷകരെക്കുറിച്ച് പറയും, കുടിയേറ്റ കർഷകരുടെ ആവശ്യങ്ങൾ, അവർക്ക് നിലവാരം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു, ഉണ്ടായതെങ്ങനെയാണെന്നും ഉണ്ടാക്കിയതെങ്ങനെയാണെന്നുമൊക്കെ കേരളത്തിൽ വളരെ സുതരാ വ്യക്തമാണ്. പക്ഷേ അതൊന്നും പറയില്ല. എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യധാരയിൽ നിന്ന് ഒരു ജനസമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി ബാക്കി എല്ലാവരെയും പോലെ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവരെ, മനുഷ്യരായി കാണാതിരുന്ന ഒരു കൂട്ടം ജീവികളെ, ഒരു മേഖലയെ, മലബാർ പോലൊരു സ്ഥലത്തെ അടക്കമുള്ള മേഖലകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സംഭാവനകൾ നൽകിയ മുഖ്യധാരയിൽ നിന്ന് ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാടുള്ള പാർട്ടി എന്ന് പറയുന്നതിനപ്പുറം അതിനെ ചുരുക്കി മലപ്പുറത്ത് അവരില്ലായിരുന്നെങ്കിൽ വർഗീയത വളർന്നു പോയേനെ എന്ന് പറഞ്ഞാൽ തോന്നും മുസ്ലിങ്ങളെല്ലാവരും നേരം വെളുക്കുമ്പോൾ വർഗീയത എന്ന് പറഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഓട്ടമാണ്. ആകെ മലപ്പുറത്ത് മാത്രം ഇല്ലാതിരുന്നത് അവർ വന്നതുകൊണ്ടാണ് എന്ന ഫ്രെയിമിലേക്ക് ചുരുക്കി ചർച്ച ചെയ്യുന്നത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവരും ലീഗുകാരടക്കം ആവേശത്തോടെ പങ്കുവെച്ച് ഞങ്ങൾ വർഗീയത തടഞ്ഞവരായി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രത്യേകതരം പൂമാലയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സവിശേഷമായ ചരട് നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയിടുകയാണെന്ന് മനസ്സിലാക്കണം. ഡോക്ടർ MK മുനീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോഴല്ലേ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്രസ് ഹൈവേ എന്ന പേരിൽ MC റോഡിലൂടെ ഒരു പുതിയ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹമല്ലേ കുടുംബശ്രീയെ ഈ കാണുന്ന രൂപത്തിലേക്കാക്കി തീർത്തത്? അദ്ദേഹത്തിൻ്റെ കാലത്ത് റോഡ് ടാർ ചെയ്യുന്ന സമയത്താണ് പതിബൽ എന്ന് പറയുന്ന ഒരു കമ്പനി ബിറ്റുമിൻ ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്തതും ഇന്നും അത് ഇളകാതെ കിടക്കുന്നത്. പിന്നീട് ഗവൺമെൻറ് മാറി വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ GMO ഉടമയോ മറ്റോ ആരോ, ഞാൻ ഓർക്കുന്നു, കൃത്യമായി ഓർക്കുന്നു. അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്തെല്ലാം കാര്യങ്ങൾ. VK ഇബ്രാഹിം കുഞ്ഞിനെ പോലൊരു മന്ത്രിയുടെ കാലത്തല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ പണി കഴിപ്പിച്ചത്? എന്നിട്ട് അവസാനം ഒരു പാലത്തിൻ്റെ പേരിൽ അയാളെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയത്. അതിനേക്കാൾ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ടവരാരെങ്കിലും അത്തരത്തിൽ ആക്രമിക്കപ്പെട്ടോ? അങ്ങനെ തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, വ്യവസായം, IT തുടങ്ങിയ മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വർഷങ്ങളായി ഈ പറയുന്ന മുസ്ലിം ലീഗാണ്. അതിലൊന്നും മുസ്ലിം ലീഗ് പറയുന്നത് പോലെ അവരുടെ സേവന പ്രവർത്തനങ്ങളിലോ അവരുടെ ഇടപെടലുകളിലോ അവരുടെ നന്മയാർന്ന പ്രവർത്തനങ്ങളിലോ ഒന്നും മറ്റൊന്നും കാണിക്കാറില്ല. കേരളത്തിലെ ഈ വയനാട് ദുരന്തം പോലും ഉണ്ടായപ്പോൾ ഒരു സൈഡിൽ സർക്കാരാണ് വെച്ചു കൊടുത്തത്, രാഷ്ട്രീയ പാർട്ടിയല്ല. മറുവശത്ത് കോൺഗ്രസ് വെച്ചു കൊടുക്കാൻ പോയിട്ട് അതിൻ്റെ അടിയും വഴക്കും തീർന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അടിക്കുറിപ്പുകളുണ്ടെങ്കിലും എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് ഈ പറയുന്ന വർഗീയത തടയാൻ അവരില്ലായിരുന്നെങ്കിൽ മലബാറിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മലബാറിൽ മാങ്ങാത്തൊലി സംഭവിക്കുമായിരുന്നു. അവരില്ലായിരുന്നെങ്കിൽ വർഗീയതയല്ല, അവിടുത്തെ മനുഷ്യരിപ്പോഴും ഈ പറഞ്ഞ ഏതോ ഒരു ഗോളത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടി വന്നേനെ. അതാണ് സത്യം.